ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ. അപ്പോൾ എന്താണെന്ന് നോക്കാം. എയർ ടു എയർ എന്ന് പറയുമ്പോൾ എന്താണ്? വായുവിൽ നിന്നും വായുവിലേക്ക് അല്ലേ. അപ്പോൾ വായുവിൽ നിന്ന് വായുവിലേക്ക് ഇന്ധനം നിറയ്ക്കാനായിട്ട് ഒരു പദ്ധതി വരികയാണ്. കൊള്ളാം അല്ലേ? അതായത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വണ്ടിയിൽ ഇന്ധനം തീരാറാവുന്നു, പെട്രോൾ തീരാറാവുന്നു, അല്ലെങ്കിൽ ഡീസൽ കഴിയാറാവുന്നു, നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ നിറയ്ക്കുന്നു, വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഈ എയറോപ്ലെയിൻ, അതായത് നമ്മുടെ ഈ പ്ലെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊരു ഫിക്സഡ് ഫ്യൂവൽ നിറച്ചിട്ടാണ് പോകുന്നത് അല്ലേ. എത്ര ദൂരം യാത്ര ചെയ്യുന്നു അതിനനുസരിച്ചൊരു ഫിക്സഡ് ഫ്യൂവൽ നിറച്ചിട്ടാണ് പോകുന്നത്. അവർക്കൊക്കെ യാത്രാ സൗകര്യം ഓക്കെ. പക്ഷെ നമ്മുടെ യുദ്ധ പ്ലെയിനുകളാണെങ്കിലോ, അതായത് നമ്മുടെ യുദ്ധവിമാനങ്ങളാണെങ്കിലോ, യുദ്ധവിമാനങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത്ര ഫ്യൂവലേ ഉള്ളൂ, എനിക്ക് ഇത്ര ദൂരമേ സഞ്ചരിക്കാൻ പറ്റൂ, എനിക്കത് കഴിഞ്ഞ് തിരിച്ചു പോകണം, അതിലൊന്നുകൂടെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? നമുക്കവിടെ പ്രശ്നമാകും. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്, എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആകാശത്ത് വെച്ച് സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ധാരണയായി. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ധാരണയായത്. ആകാശത്ത് വെച്ച് തന്നെ സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകളുടെ പ്രവർത്തന ശേഷി ഗണ്യമായി വർദ്ധിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വ്യോമസേനയുടെ പ്രവർത്തനം ഗണ്യമായി വർദ്ധിക്കുക തന്നെ ചെയ്യും. കരാർ അനുസരിച്ച് ഓസ്ട്രേലിയയുടെ KC-30A മൾട്ടി റോൾ ടാങ്കർ വിമാനങ്ങളിൽ നിന്ന് ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്? ഈ കരാർ അനുസരിച്ച് ഓസ്ട്രേലിയയുടെ KC-30A മൾട്ടി റോൾ ടാങ്കറുകളിൽ നിന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും. യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ സഹായകരമാണ് ഈ തീരുമാനം അല്ലേ. അപ്പൊ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്യൂവൽ തീർന്നു പോവുകയാണെങ്കിൽ ഒന്ന് റീഫില്ല് ചെയ്യാൻ കഴിയുന്നത് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അടക്കമുള്ളവരുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണ കൊറിയ, ന്യൂസിലാൻഡ് പ്രതിരോധ മന്ത്രിമാരും രാജ്നാഥ് സിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ US പ്രതിരോധ സെക്രട്ടറി ആണ് ആര്? ലോയിഡ് ഓസ്റ്റിൻ ആണ് US പ്രതിരോധ സെക്രട്ടറി. JCB പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്ക്. അപ്പോൾ JCB പുരസ്കാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. അത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്, എന്താണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിന് ലഭിച്ചു. അപ്പോൾ ആരുടെ നോവലാണ്? ലോറൻസസ് സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ആരുടേതാണ്? ഉപമന്യു ചാറ്റർജിയുടേതാണ്. ഈ നോവലിനാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപകടത്തിന് ശേഷം ആത്മീയ പാതയിലേക്ക് തിരിയുന്ന ഒരു ഇറ്റാലിയൻ യുവാവിന്റെ കഥയാണിത്. അപ്പോൾ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നത് അപകടത്തിന് ശേഷം ആത്മീയ പാതയിലേക്ക് തിരിയുന്ന ഒരു ഇറ്റാലിയൻ യുവാവിന്റെ കഥ പറയുന്ന നോവലാണ്. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന പുരസ്കാരമാണ് JCB പുരസ്കാരം. JCB പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. മലയാളത്തിൽ ആദ്യമായി JCB പുരസ്കാരം ലഭിച്ചത് 2018 നമ്മുടെ സ്വന്തം ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിനാണ് മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് JCB പുരസ്കാരം ലഭിച്ചത്. ഇത് ബെന്യാമിനാണ് എന്നുകൂടി ഓർക്കുക. ഹരീഷിന്റെ മീശ എന്ന നോവലിന് 2020 M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾക്ക് 2021 JCB പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരീഷിന്റെ മീശ 2020, പിന്നെന്താണ്? M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ 2021 JCB പുരസ്കാരത്തിന് അർഹമായി. അടുത്ത നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകാം. ശ്രീലങ്കൻ ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് നമ്മുടെ ഷാജി N കരുണാണ്. എന്താണ്? ശ്രീലങ്കൻ ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവലിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? ഷാജി N കരുൺ. ആരാണ്? ഷാജി N കരുൺ. ഇറ്റലിയിലെ മോണ്ടസിൽവാനോയിൽ നടന്ന അണ്ടർ 8 ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? ഇറ്റലിയിലെ മോണ്ടസിൽവാനോയിൽ നടന്ന
അണ്ടർ 8 8 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ലോക കേഡറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഒരു ഇന്ത്യക്കാരി കുട്ടിയാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള 8 വയസ്സുകാരൻ ദിവിദ് റെഡ്ഡി. ആരാണ്? ദിവിദ് റെഡ്ഡി. തെലങ്കാനയിലുള്ളതാണ് ദിവിദ് റെഡ്ഡിക്കാണ് എന്താ അണ്ടർ 8 ലോക കേഡറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ദിവിദ് റെഡ്ഡിയാണ്. 3D ബയോ പ്രിന്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ചത് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. 3D ബയോ പ്രിന്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് വികസിപ്പിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ശ്രീചിത്രയിലെ ഗവേഷകരായ ഷൈനി വേലായുധന്റെയും PR അനിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് ബയോ ഇങ്ക് വികസിപ്പിച്ചത്. വ്യക്തിഗത ചികിത്സയ്ക്ക് ആവശ്യമായ വിധം കോശങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് ചില ആവശ്യങ്ങൾക്കൊക്കെ ചില സെൽസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചികിത്സകൾക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ മറ്റൊരാളിൽ നിന്നൊക്കെ എന്താണ് സെല്ല് സ്വീകരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വേണ്ട, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഈ സെല്ല് സ്വന്തമായിട്ടല്ല ഈ സെല്ല് വികസിപ്പിക്കുക. അങ്ങനെ വികസിപ്പിച്ചിട്ട് വ്യക്തിഗത ചികിത്സകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഇവർ പറയുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ ജേതാവായത് മനു ഭക്കർ ആണ്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചേർത്തിരിക്കുന്നതാണ്. മനു ഭക്കർ ഏത് വിഭാഗത്തിലാണ് മെഡൽ നേടിയത്? ഏതാണ്? ഷൂട്ടിങ്ങിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഷൂട്ടിങ്ങിൽ തന്നെ ഏതാണ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗമാണ്. ഇത് പല പരീക്ഷകൾക്കും ഇത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാൻ നല്ലതായിരിക്കും. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മനു ഭക്കർ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ. 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. തുടർച്ചയായിട്ട് 7ാം വർഷവും ഫിൻലാൻഡ് തന്നെയാണ് പട്ടികയിൽ ഒന്നാമതെത്തി നിൽക്കുന്നത്. അപ്പൊ തുടർച്ചയായി 7ാം തവണയാണ് ഫിൻലാൻഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ അടുത്ത IPL വരാറായി. താരലേലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ IPL 2024 വിജയി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. IPL 2024 വിജയി ആരായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. എം മുകുന്ദന്റെ ആത്മകഥ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ്? എന്റെ എംബസിക്കാലമാണ് എം മുകുന്ദന്റെ ആത്മകഥ. മൂന്നാമത്തെ കേരള പാരാ ഗെയിംസിന്റെ വേദി തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക, മൂന്നാമത്തെ കേരള പാരാ ഗെയിംസിന്റെ വേദി തിരുവനന്തപുരം. തൊഴിലാളി സൗഹൃദമായ തൊഴിൽ അന്തരീക്ഷം വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊട്ടാരക്കര. അപ്പൊ എന്താണ്? തൊഴിലാളി സൗഹൃദമായ തൊഴിൽ അന്തരീക്ഷം പദ്ധതിയാണ് വർക്ക് നിയർ ഹോം പദ്ധതി. എന്താണ് വർക്ക് നിയർ ഹോം പദ്ധതി? ഈ പദ്ധതിയുടെ ആദ്യ കേന്ദ്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊട്ടാരക്കരയാണ്. ഏതാണ്? കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. ഹരിയാനയിലെ സോനിപ്പത്തിലെ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. ഹരിയാനയിലെ പാനിപ്പത്തിലെ ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത്. ലോകസഭാ സ്പീക്കർ ഓം ബിർളയും നിയമനീതി സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. അപ്പൊ നിയമനീതി സഹമന്ത്രി ആരാണ്? അർജുൻ റാം മേഘ്വാളാണ്. ഇവർ ചേർന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. IPL ലേലത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് തുകയ്ക്ക് ലക്നൗ സ്വന്തമാക്കിയത് ആരെയാണ്? നമ്മുടെ ഋഷഭ് പന്തിനെയാണ് സ്വന്തമാക്കിയത്. 27 കോടിയാണ് പന്തിന് വില ഇട്ടത്. എത്രയാണ്? 27 കോടി. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പലായ INS തരംഗിണി
ഇറ്റാലിയൻ കപ്പൽ അമേരിക്കോ വെസ്പുച്ചിയുമായി കൊച്ചി തീരത്ത് സംയുക്ത കപ്പൽ പരിശീലനം നടത്തി. ഏതൊക്കെയാണ്? ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പായ INS തരംഗിണിയും ഇറ്റാലിയൻ കപ്പലായ അമേരിക്കോ വെസ്പൂച്ചിയുമായിട്ട് എവിടെയാണ് കപ്പൽ പരിശീലനം നടത്തിയത്? കൊച്ചിയിൽ. അടുത്തിടെ അന്തരിച്ച ചാക്യാർ കൂത്തിന്റെ ആചാര്യൻ ആര്? അടുത്തിടെ അന്തരിച്ച ചാക്യാർ കൂത്തിന്റെ ആചാര്യനാണ് കവിയൂർ ഹരി മന്ദിരത്തിൽ PN നാരായണൻ ചാക്യാർ. ആരാണ്? PN നാരായണൻ ചാക്യാർ. കവിയൂർ ഹരി മന്ദിരത്തിൽ PN നാരായണൻ ചാക്യാർ. യുനെസ്കോ ഫെലോഷിപ്പിന് അർഹത നേടിയ ചാക്യാർ കൂത്തിന്റെ വർത്തമാനകാലത്തെ ആചാര്യ ശ്രേഷ്ഠനായ അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പോൾ യുനെസ്കോ ഫെലോഷിപ്പിനൊക്കെ അർഹനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2024 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് സഞ്ജു സാംസൺ. 2024 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് സഞ്ജു സാംസൺ. 50ാം വാർഷികം ആഘോഷിക്കുന്ന M മുകുന്ദന്റെ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അപ്പോൾ ഇതൊരു ആഘോഷമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത വലിയൊരു ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, 50ാം വാർഷികം ആഘോഷിക്കുന്ന M മുകുന്ദന്റെ നോവൽ ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. രാജ്യത്തെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം. രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം. ഈ അക്ഷരം മ്യൂസിയം നിലവിൽ വന്നത് കോട്ടയത്താണ്. എവിടെയാണ്? കോട്ടയം. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ 112ാമത്തെ വയസ്സിൽ അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് ജോൺ ടിന്നിസ് വുഡ്. ആരാണ്? ജോൺ ടിന്നിസ് വുഡ് ആണ്. 112ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഒരു ഇംഗ്ലണ്ടുകാരനാണ്. ജോൺ ടിന്നിസ് വുഡ് ആണ്. 112ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് എന്നുകൂടി ഓർത്തിരിക്കുക. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള ഭീമ സഖി യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 9 ഹരിയാനയിൽ ആരംഭിക്കും. അപ്പോൾ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും നേരിട്ട് പ്രയോജനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ഭീമ സഖി യോജന. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 9 ഹരിയാനയിലാണ് ആരംഭിക്കാൻ പോകുന്നത്. കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ 13കാരിയായ മലയാളി പെൺകുട്ടിയാണ് അന്നക്കുട്ടി. മലയാളി പെൺകുട്ടിയാണ് അന്ന മേരി. ആരാണ്? അന്ന മേരി. കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ 13കാരിയായ മലയാളി പെൺകുട്ടിയാണ് അന്ന മേരി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കുക മാത്രമല്ല, അവിടെ തായ്ക്കൊണ്ടോ പ്രകടനം നടത്തുന്ന ആദ്യ വ്യക്തി എന്ന റെക്കോർഡും ആര് സ്വന്തമാക്കി? നമ്മുടെ അന്ന മേരി സ്വന്തമാക്കി. അപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് കിളിമഞ്ചാരോ. അത് കീഴടക്കുക മാത്രമല്ല ചെയ്തത്, അവിടെ തായ്ക്കൊണ്ടോ പ്രകടനം കൂടി നടത്തിയിരിക്കുകയാണ്. തായ്ക്കൊണ്ടോ പ്രകടനം നടത്തിയ ആദ്യ വ്യക്തി എന്ന ബഹുമതി കൂടിയാണ് അന്ന മേരി സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. കൂടുതൽ കറണ്ട് അഫയേഴ്സ് വാർത്തകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്